ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈമെൻറ്റർ PSC ആപ്ലിക്കേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്നത് നമ്മുടെ PSCയുടെ സൈറ്റിൽ നിലവിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. അതായത് കാറ്റഗറി നമ്പർ 360/2025. എന്താണ് ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് ഇപ്പോൾ പറയാൻ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫോഴ്സിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ചിലപ്പം യോഗ്യതകൾ പുറകോട്ട് വരുന്ന കാര്യമാണ്. ഒന്ന് ശാരീരിക യോഗ്യത, 2 നമ്മുടെ പ്രായം, 3 നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 360/2025 ഫീമെയിൽസിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഫോഴ്സിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമുള്ള +2 യോഗ്യതയിന് ആവശ്യമില്ല. ഏജ് ലിമിറ്റ് 36 വയസ്സാണ്. അതായത് ജനറൽ കാറ്റഗറിക്ക് 36 വയസ്സാണ്. അതേപോലെ തന്നെ നമുക്ക് വേണ്ട നീളം എന്ന് പറയുന്നത് മറ്റെല്ലാ ഫോഴ്സിൻ്റെ യോഗ്യതകളെ അപേക്ഷിച്ച് കുറവായിട്ടുള്ള 150 സെൻറ്റിമീറ്ററാണ് നീളം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പം കുറച്ച് നാളായി ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട്, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇപ്പം ഇത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനും +2ലേക്ക് മാറ്റണം എന്ന രീതിയിലുള്ള ചർച്ചകൾ അടുത്തിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഫൈനലൈസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പോസ്റ്റിലേക്ക് 10ാം ക്ലാസ് യോഗ്യത വെച്ച് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന അവസാനത്തെ അവസരമായിരിക്കും ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ലേഡീസിന് ഈ പറയുന്ന പോലെ 150 സെൻറ്റിമീറ്റർ നീളം ഉണ്ടെങ്കിൽ, 36 വയസ്സായിട്ടുണ്ടെങ്കിലും സാരമില്ല, ഇനി 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെങ്കിൽ, ഈ 3 ക്വാളിഫിക്കേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നോക്കിക്കേ, ഈ ഒരു പോസ്റ്റ് എന്ന് പറയുമ്പം 10th യോഗ്യതയാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. നമ്മൾ ഓൾറെഡി ബെവ്കോ LDCക്ക് വേണ്ടിയിട്ടും VFAക്ക് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഇത്, ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്നത്. 2026 ബെവ്കോ LDC, VFA, കമ്പനി ബോർഡ് LGS, ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, ഇതുപോലെ 10th യോഗ്യത വരുന്ന കുറേ എക്സാംസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ എല്ലാ എക്സാംസിനും പ്രിപ്പയർ ചെയ്യാനായിട്ട് മൈമെൻറ്റർ PSC ആപ്ലിക്കേഷൻ 10th ലെവൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ എക്സാംസിനും ആവശ്യമായ എല്ലാ റിസോഴ്സും, അതായത് വീഡിയോ ക്ലാസ്സുകൾ, റിവിഷൻസ്, ടെസ്റ്റ് സീരീസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ ബാച്ച് ജോയിൻ ചെയ്താൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പറഞ്ഞു വന്ന ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് നമുക്കറിയാം ഒരു ഫോഴ്സിലേക്കുള്ള ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. അപ്പം ഫിസിക്കൽ ടെസ്റ്റിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 8 ഐറ്റം ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട്. ഈ 8 ഐറ്റത്തിനകത്ത് കുറഞ്ഞത് 5 ഐറ്റമെങ്കിലും നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ലിസ്റ്റിൽ കയറി പറ്റാൻ പറ്റുള്ളൂ. അതായത് ഇത് നമ്മൾ എക്സാം എഴുതി പാസ്സായതിനു ശേഷം നമുക്ക് ഹൈറ്റ് മെഷർമെൻറ്റ് ഉണ്ടാവും. ആ മെഷർമെൻറ്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഫിസിക്കൽ അറ്റൻഡ് ചെയ്യും. ഫിസിക്കൽ പാസ്സായതിനു ശേഷം മെഡിക്കൽ ഉണ്ടാവും. അതിനുശേഷമാണ് ഫൈനലായിട്ട് ലിസ്റ്റ് ഇടുന്നത്. അപ്പോൾ ഇതാണ് അവർ തന്നിരിക്കുന്ന 8 ഐറ്റങ്ങളെന്ന് പറയുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും 5 എണ്ണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും 5 എണ്ണം നമ്മൾ പാസ്സാവുകയാണെങ്കിൽ നമുക്ക് ലിസ്റ്റിനകത്ത് ഇടം പിടിക്കാൻ പറ്റും. നോക്കിക്കേ, ഇനി നമുക്ക് കഴിഞ്ഞ ലിസ്റ്റിലെ കാര്യങ്ങൾ നോക്കാം. കഴിഞ്ഞ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 239 ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ലിസ്റ്റ് വന്നത്. എന്നാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2023 ഡിസംബർ 21 ഈ ലിസ്റ്റ് വന്നു. ഇതിൻ്റെ വാലിഡിറ്റി 2026 ഡിസംബർ 20 അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ അതായത് 2026 ഡിസംബർ 20 എല്ലാ സ്റ്റേജസും കഴിഞ്ഞ് ഇതിൻ്റെ ലിസ്റ്റ് പുറത്തു വരും. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും 2026 ഫോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിൽ എത്തിച്ചേരാനായിട്ട് പറ്റും. ഇതിനെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുന്ന ഒക്ടോബർ 15-ാം തീയതിയാണ്. നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇത് അവസാനിക്കുന്ന തീയതി ഞാൻ ഓൾറെഡി പറഞ്ഞു. നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്നും ആകെ 42 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. ഇനിയും ഇതിന് ഏകദേശം 1.25 വർഷത്തോളം വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ പോസ്റ്റുകൾ പോകും. അപ്പോൾ ഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ട് ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ 10th വിദ്യാഭ്യാസ യോഗ്യത മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടോ, അല്ലെങ്കിൽ പ്രായം കടന്നുപോയി എന്നുള്ളത് കൊണ്ടോ വിഷമിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. ഒരു പക്ഷേ 10th വെച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്ന അവസാന ചാൻസ് ആയിരിക്കും ഇത്. അപ്പം ഈ ഒരു പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എല്ലാം നമ്മൾ വളരെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകാൻ മൈമെൻറ്റർ PSC ആപ്ലിക്കേഷൻ്റെ 10th ലെവൽ ബാച്ചിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്കത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ താങ്ക് യു.